സംഘം നാളെ വൈകിട്ട് ബഹിരാകാശ നിലയത്തിൽ എത്തും. ശുഭാംശു ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ. വാർത്തകൾ വിശദമായി. സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ചതിനെ ചൊല്ലി തർക്കം. ചിത്രം മാറ്റണമെന്ന സംഘാടക സമിതിയോട് കേരള സർവകലാശാല രജിസ്ട്രാർ ആവശ്യപ്പെട്ടു. പ്രതിഷേധത്തെ തുടർന്ന് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യഗായത്രി, നിലവിൽ സംഘർഷാവസ്ഥ അയഞ്ഞോ? എന്താണ് വിശദാംശങ്ങൾ? അതായത് സെനറ്റ് ഹാളിൽ പരിപാടി തുടരുകയാണ്. ഗവർണർ എത്തുകയും അതേ തുടർന്ന് ഭാരതാംബയുടെ ചിത്രത്തിൽ പൂവിടുകയും നിലവിളക്ക് കത്തിക്കുകയും ചെയ്യുന്ന സാധാരണഗതിയിലുള്ള എല്ലാ പരിപാടികളും നടത്തിയതിനു ശേഷം പരിപാടി ഇപ്പോഴും ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ആ സമയത്തുള്ള ഒരു സമാധാന അന്തരീക്ഷം മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. സർവകലാശാല ആസ്ഥാനത്തിന് പുറത്ത് കവാടത്തിന് മുൻപിലായിട്ട് SFI പ്രവർത്തകരും DYFI പ്രവർത്തകരും അതുപോലെ തന്നെ KSC ഉൾപ്പെടെയുള്ള പ്രവർത്തകരും കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ്. ഗവർണർ വരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം സ്വരമുയർത്താൻ തന്നെയാണ് പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് പ്രവർത്തകർ തുടരുകയാണ്. സെനറ്റ് ഹാളിൽ സമാധാനപരമായിട്ട് പരിപാടികൾ നടന്നു വരികയും ചെയ്യുകയാണ്. ഗവർണർ ഇറങ്ങുന്ന സമയത്തായിരിക്കും ഇനി ഈ വിദ്യാർത്ഥി സംഘടനകളുടെ ഉൾപ്പെടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതിശക്തമായിട്ടുള്ള പ്രതിഷേധവും വിമർശനവും തന്നെയാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അത് രാജ്ഭവനിലെ ഭാരതാംബ വിവാദത്തിന് തൊട്ടു പിന്നാലെയാണ് സർവകലാശാല ആസ്ഥാനത്ത് സെനറ്റ് ഹാളിൽ സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയിലെ ഭാരതാംബ ചിത്രവും ഇപ്പോൾ വിവാദത്തിലേക്ക് കടന്നിരിക്കുന്നത്. അത് രജിസ്ട്രാർ തന്നെ നേരിട്ട് ഈ ചിത്രം മാറ്റാതെ പരിപാടി സംഘടിപ്പിക്കാൻ കഴിയില്ല എന്ന് നിലപാടെടുത്തതോടു കൂടിയാണ് ഈ വിഷയം വലിയ വിവാദത്തിലേക്കും പ്രതിഷേധത്തിലേക്കും കടന്നിട്ടുണ്ടായിരുന്നത്. ഒടുവിൽ രജിസ്ട്രാറും പോലീസും ഉൾപ്പെടെ ഇടപെടുകയും ഈ ചിത്രം മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നെങ്കിലും ശ്രീ പത്മനാഭ സേവാ സമിതിയാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ചിത്രം മാറ്റിക്കൊണ്ട് പരിപാടി സംഘടിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് സംഘാടകരും എടുക്കുകയായിരുന്നു. മുതിർന്ന BJP നേതാക്കൾ ഉൾപ്പെടെ ABVP പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേ തുടർന്ന് രജിസ്ട്രാർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെനറ്റ് ഹാളിൽ വെച്ചൊരു പരിപാടി സംഘടിപ്പിക്കപ്പെടുമ്പോൾ കൃത്യമായിട്ടുള്ള നിയമാവലികൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ മതത്തിന്റെയോ ചിഹ്നങ്ങളോ മറ്റ് ബിംബങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളത് കൃത്യമായിട്ട് നിയമാവലിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ ആ നിയമാവലികൾക്കൊക്കെ തന്നെ വിരുദ്ധമായിട്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ട് പരിപാടി സംഘടിപ്പിക്കാൻ കഴിയില്ല. അത് സെനറ്റ് ഹാളിലെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് സംഘടിപ്പിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് പരിപാടി നടത്താൻ ഒരിക്കലും അനുമതി കൊടുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് തന്നെയാണ് രജിസ്ട്രാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. പക്ഷേ പരിപാടിയിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള നിലപാട് സംഘാടകരെടുക്കുകയും ഗവർണർ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സെനറ്റ് ഹാളിൽ അകത്തടക്കം വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ടായിരുന്നു. അതായത് KSU പ്രവർത്തകർ SFI പ്രവർത്തകർ സെനറ്റ് ഹാളിന് അകത്തേക്ക് കയറുകയും പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു. ABVP പ്രവർത്തകരും BJP നേതാക്കളും ഉൾപ്പെടെയുള്ളവർ സെനറ്റ് ഹാളിനകത്തുണ്ടായിരുന്നു. ഇവർ തമ്മിൽ ഒരു സംഘർഷത്തിലേക്കും കയ്യാങ്കളിയിലേക്കും കടക്കുകയും പോലീസിന് പിന്നീട് KSU ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ സെനറ്റ് ഹാളിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതായിട്ടും അവരെ സർവകലാശാല ആസ്ഥാനത്തിന് പുറത്തേക്ക് തന്നെ മാറ്റേണ്ടതായിട്ടും വന്ന സാഹചര്യമുണ്ട്. അതിനുശേഷമാണ് ഗവർണർ എത്തുകയും പരിപാടി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും സെനറ്റ് ഹാളിൽ സംഘാടകർ തീരുമാനിച്ചതുപോലെ തന്നെ ആ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. പുറത്ത് അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തി KSU SFI അതുപോലെ തന്നെ DYFI അടക്കമുള്ള പ്രവർത്തകർ നിലകൊള്ളുകയും ചെയ്യുകയാണ്. ഗവർണർ ഇറങ്ങുന്ന സമയത്തായിരിക്കും ഇനി പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയരുക. എന്തായാലും ഈ വിഷയത്തെ അത്തരത്തിൽ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. വരും ദിവസങ്ങളിൽ ഈ വിഷയം പാർട്ടി മുന്നണികൾ ഏറ്റെടുത്ത് വിമർശനം ഉയർത്തുന്നതിനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഭാരതാംബ വിവാദം, അത് രാജ്ഭവനിലെ ഭാരതാംബ വിവാദത്തിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുകയും അതിന്നിപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ നേരിട്ട് വിയോജിപ്പ് മുഖ്യമന്ത്രി ഗവർണറെ അറിയിക്കാൻ തീരുമാനമെടുക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ കൂടിയാണ് സർവകലാശാല ആസ്ഥാനത്തെ സെനറ്റ് ഹാളിലെ പരിപാടിയിൽ കൂടി ഭാരതാംബയുടെ ചിത്രം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാരതാംബ വിവാദം കൂടുതൽ കടുക്കും വരും ദിവസങ്ങളിൽ എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും സർവകലാശാല ആസ്ഥാനത്തെ പ്രതിഷേധത്തിന് അയവ് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഗവർണർ പരിപാടി കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് പ്രതിഷേധം കൂടുതൽ കടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. നിരവധി പോലീസുകാരെയാണ് സർവകലാശാല ആസ്ഥാനത്ത് അകത്തും പുറത്തുമായിട്ട് ഇപ്പോൾ വിന്യസിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രതിഷേധവുമായി ബന്ധപ്പെടുത്തി ഗവർണർ എന്തെങ്കിലും സൂചിപ്പിച്ചോ,
അതുമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായോ? സെനറ്റ് ഹാളിനകത്ത് നടക്കുകയാണ്. ആ പരിപാടിക്കിടയിലായിരിക്കും ഗവർണർ സംസാരിക്കുക. അതല്ലാതെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നേരിട്ടുള്ള പ്രതികരണം ഒന്നും തന്നെ ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അതിപ്പോൾ മാത്രമല്ല, ഇതിനു മുൻപും ഗവർണർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ SFIയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോഴും ആ സമയത്ത് ആ പ്രതിഷേധങ്ങൾക്കെതിരെയോ SFIക്കെതിരെയോ അടക്കം ഒരു പ്രതികരണം നടത്താൻ ഗവർണർ തയ്യാറായിരുന്നില്ല. പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കുന്നുണ്ട്. ആ പരിപാടിയിൽ ഗവർണർ സംസാരിക്കും. അതിനിടയിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിൽ വിമർശനം ഗവർണർ ഉയർത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ശരി, സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ചതിനെ ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിലാണ് വലിയ രീതിയിലുള്ള സംഘർഷം സെനറ്റ് ഹാളിന് പുറത്ത് നടന്നത്. ചിത്രം മാറ്റണമെന്ന സംഘാടക സമിതിയോട് കേരള സർവകലാശാല രജിസ്ട്രാർ ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് മാറ്റില്ല എന്നാണ് സംഘാടകർ വ്യക്തമാക്കിയത്. ഇതേ തുടർന്നാണ് സംഘർഷം ഉടലെടുത്തത്. നിലവിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി അതിന്റെ ഇടയിലാണ് ഗവർണർ എത്തിയതും. നിലവിൽ പരിപാടിയുടെ ഭാഗമായി അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്. ഭാരതാംബ വിവാദത്തിൽ ഗവർണറെ രേഖാമൂലം എതിർപ്പറിയിക്കാൻ സർക്കാർ. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. സർക്കാർ പരിപാടികളിൽ ഔദ്യോഗിക ചിഹ്നങ്ങൾ മാത്രം മതിയെന്ന